ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഈവനിങ് റൊട്ടീനാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. 5 മണി മുതൽ ഒരു 7 മണി വരെയുള്ള ഒരു കുട്ടി സമയം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഒരു 6 മണി 6:30 സമയത്തേക്കാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ പുറത്തു കൂടെ നമ്മുടെ കളക്ഷണന്മാരും കുട്ടിരാതന്മാരൊക്കെ പോണത് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ഇപ്രാവശ്യം ആമീനെ വേഷമൊക്കെ കെട്ടിച്ച്, കൃഷ്ണൻ്റെ വേഷം കെട്ടിച്ച് അടിപൊളിയാക്കി ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മോൾക്ക് വയ്യാലോ, അവൾ ഭയങ്കര വാശിയൊക്കെയാണ്. ചിലപ്പോൾ വാശി പിടിച്ച് കരഞ്ഞാലൊക്കെ ആകെ ഫോട്ടോഷൂട്ടൊക്കെ കോളാവും. അപ്പോൾ പിന്നെ ആ ഒരു ഇതിന് ഞാൻ നിന്നില്ല. നമുക്കിനി അടുത്ത കൊല്ലം നമുക്ക് എന്തായാലും സെറ്റാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ്? കൃഷ്ണനും രാധയൊക്കെ പോയോ വീടിൻ്റെ മുറ്റത്തു കൂടെയൊക്കെ? അപ്പോൾ ഈ ഒരു പൂവിന് എന്താ പറയുകയെന്നറിയോ? കൃഷ്ണ കിരീടം എന്നാണ് കേട്ടോ പറയുക. കൃഷ്ണൻ്റെ ഒരു കിരീടത്തിൻ്റെ ഒരു ഷേപ്പാണ് ഈ ഒരു പൂവിന്. അത് കാരണമാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു പേര് വരാൻ കാരണം. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഈ ഒരു പൂവ്? നമ്മുടെ നീലത്താമര സിനിമയിൽ പാട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂവാണ് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ എനിക്ക് കുറേ പ്രൊജക്റ്റ് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ എൻ്റെ വർക്കിംഗ് പ്ലേസ് കേട്ടോ. എൻ്റെ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ടേബിളിൻ്റെ മുകളിലാണ് എൻ്റെ സകലമായ സാധനങ്ങൾ നിരത്തിയിട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് ശരിക്കും അത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറെ സ്പേസ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഇതൊരു പ്രൊജക്റ്റ് വർക്കായിരുന്നു. ഇത് ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത്. എങ്ങനെയുണ്ട് ഗൈസ്? രസമുണ്ടോ? ഓൾ അബൌട്ട് മീ, എന്നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ എഴുതി വെച്ചേക്കണത്. സ്കൂൾ ഓർഗനൈസേഷനെ മിസ് തന്നിട്ടുള്ള ഇൻറ്റേർണൽ വർക്കായിരുന്നു കേട്ടോ. ഇൻറ്റേർണൽ മാർക്കിനുള്ള വർക്കായിരുന്നു. ഞാൻ ആദ്യം ഇത് ചെയ്യണോ വേണ്ട വെച്ചിട്ട് ഇങ്ങനെ തമ്മിട്ട് നിൽക്കുമായിരുന്നു. കാരണം മോൾക്ക് വൈകി, അവൾ ഫുൾ ടൈം ആരെങ്കിലും ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഇപ്പോൾ അവൾ കുറച്ച് ഷോക്കായിട്ട് വന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ആമയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം കൂടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ അവൾ കാണിക്കണത്? കടിക്കാനും അടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പല്ല് വന്ന കാരണം ഇപ്പോൾ ഭയങ്കര പെട്ടെന്ന് ദേഷ്യം കയറും ചെയ്യും. കയ്യിൽ കിട്ടണതൊക്കെ അവൾ കടിക്കും ചെയ്യും. അങ്ങനെയാണ് അവളുടെ സ്വഭാവം. അപ്പോൾ അവിടെ നമ്മുടെ കിളി ഉണ്ടല്ലോ, നമ്മുടെ സുട്ടും മിട്ടൂനെ നിലത്തിറക്കി വെച്ചിട്ടുണ്ട് അവൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിട്ട് വടിയിട്ട് കുത്തൊക്കെ ചെയ്യാണ് കേട്ടോ ഈ ചെയ്യണത്. പിന്നെ അതാ കുറച്ച് നേരം നോക്കിയപ്പോൾ ഓട്ടാണ് റോഡിൻ്റെ അവിടേക്ക്. ഇനി അത് കൂടെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയായിരിക്കും. പിന്നെന്താ, ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ വാശിയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ ഈ സമയത്ത്. കാരണം എല്ലാവരുടെയും കൂടിയിട്ട് കളിക്കും ചിരിക്കൊക്കെ ആയിരുന്നു. പിന്നെ ഏട്ടൻ വരുമ്പോൾ അവക്കാട കൊടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ച കൊടുന്നതാണ്. പക്ഷെ മോള് കഴിക്കുന്നില്ല, അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നുണ്ട്. ശരിക്കും അങ്ങോട്ട് പഴുത്തിട്ടില്ല കേട്ടോ അവക്കാടോ ശരിക്കും ഫ്രിഡ്ജിൽ വെക്കാൻ പാടും. എനിക്ക് അറിയത്തില്ല കേട്ടോ. അത് വേറെ എവിടെയെങ്കിലും വെച്ചിട്ടാണോ പഴുപ്പിക്കുക? നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അറിയാത്തതുകൊണ്ട് ചോദിക്കണതാണ് കേട്ടോ. പിന്നെ അതാ ഞാനും ആമിയും ഞാനിങ്ങനെ കുറുക്കുണ്ടാക്കുന്ന സമയത്ത് ആമ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നിന്ന് എത്തിച്ച് നോക്കണം. അമ്മേ വാവ ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട്. ഇപ്പം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യണ ഒരു ഫേസ് വാഷാണ് കേട്ടോ. ഉപ്ടാൻ്റെ ഡീറ്റാൻ ഗ്ലോ ഫേസ് വാഷ്. അടിപൊളി ഫേസ് വാഷാണ്. ഞാനത് പർപ്പിളിൽ നിന്നാണ് മേടിച്ചത്. റേറ്റ് കുറച്ച് കൂടുതലാണ്, 365 വരുന്നുണ്ട്. ഞാൻ ഡെയിലി ഒന്നും യൂസ് ചെയ്യാറില്ല. പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ മുഖമൊക്കെ ഡള്ളായി ടാനൊക്കെ അടിച്ചതായിരിക്കുമല്ലോ. ആ സമയത്തൊന്ന് ഫേസ് ഒന്ന് കൂളാക്കാൻ വേണ്ടി ഫേസ് വാഷ് ചെയ്യാറുണ്ട്. പിന്നെ ദാമിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. കണ്ട് എന്നെ അടിക്കും പിച്ചും മാന്തൊക്കെ ചെയ്യുന്നുണ്ട് അവൾ. പിന്നെ ഞാനത് അവൾക്ക് കുറുക്കൊക്കെ കൊടുത്തിട്ട് ഞാൻ തിരുമ്പാൻ നിന്നു കേട്ടോ. അമ്മി മോനെ 5:45 നമ്മുടെ തെഞ്ചേരി അമ്പലത്തേക്കുള്ള കൃഷ്ണന്റെ ജാഥ വന്നു തുടങ്ങിയിട്ടാ. ഒരുപാട് ചെറുതനുസരിച്ച് വലിയ കുളവ് കുറച്ച് ആൾക്കാരുള്ളൂ. ഞാനാണ് ഇതുപോലല്ലേ കൃഷ്ണ പിന്നെ ഇതാ ഫ്രണ്ടിൽ നമ്മുടെ മാങ്ങാനാർ നിൽക്കുന്നുണ്ട്. ഓണക്കല്ലേ വരുന്നത്, അപ്പോൾ അത് പൂത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തുളസിയുടെ ഇടയിൽ കണ്ടോ ഒരുമാതിരി തുപ്പിയിട്ട പോലെ. പക്ഷെ തുപ്പിയതല്ല ഗൈസ്, വേറെ എന്തോ സാധനമാണ്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഉണ്ടല്ലോ, ഞാനൊക്കെ കൃഷ്ണവേഷം കെട്ടുന്ന സമയത്ത്, കൃഷ്ണൻ്റെ രാധയുടെ വേഷമൊക്കെ കെട്ടുന്ന സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യല്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ ഉന്നത്തൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്നുള്ളതാണ് കേട്ടോ കൂടുതലുള്ളത്. ഞാനൊരു 9ാം ക്ലാസ് വരെയൊക്കെ ഞാൻ കൃഷ്ണവേഷമല്ല രാധവേഷം കെട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ രാധവേഷം കെട്ടിയിട്ട് ഇങ്ങനെ താലൊക്കെ പിടിച്ചിട്ട് പോകാനൊക്കെ ആയിട്ട്. ഞാൻ കെട്ടണ വരെയൊക്കെ താലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു താലത്തിൽ പ്ലേറ്റിൽ അരിമണിയും എന്താ പറയുക തുളസിയുടെ ഇലയും തെച്ചിപ്പൂവ് അങ്ങനെ പൂവൊക്കെ ഇട്ടിട്ട് താലുണ്ടായിരുന്നു. പിന്നെന്താ ഡാൻസ് ഉണ്ടായിരുന്നു, പാട്ടൊക്കെ
ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവാറ്. ഇപ്പം നമ്മുടെ അവിടെ നിന്ന് ഒരു മനുഷ്യമില്ല. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ വയനാട്ടിൽ ദുരന്തം അതിൻ്റെ ശേഷം അത് ശരിക്കും നടത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു കേട്ടോ അവരങ്ങനെ കാണിക്കാത്തത്. പിന്നെ ഇത് ഉന്നത്തൂർ ഭാഗത്തു നിന്നുള്ള നമ്മുടെ കൃഷ്ണൻ്റെയും രാധയുടെയൊക്കെ ഇതായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എന്താ പറയുക, ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായി. എന്താ പറയുക, നമ്മുടെ അവിടെ നിന്നില്ലെങ്കിലും ഉന്നത്തൂർ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടായല്ലോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. കുഞ്ഞികൃഷ്ണനും കുഞ്ഞിരാധേനൊക്കെ ഇട്ടിട്ട് എത്ര പിള്ളേരെ അടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട് ഒരു കൃഷ്ണവേഷമൊക്കെ കിട്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനും ദൂതും ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ അപ്പൂൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പാലൊക്കെ മേടിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പുട്ട് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുട്ടൊക്കെ ഉടച്ച് ഒരു കിടിലം റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പുട്ടൊക്കെ ബാക്കി വന്നതിനാൽ ഓൾമോസ്റ്റ് ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഒരു മുട്ട ഞാൻ കൊത്തിപ്പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ രാവിലെ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് പുട്ട് പൊടിച്ചിങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് മുട്ട ഇട്ട് കൊടുത്തു. കിടിലം റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ, സീ യു.